CPM പതിയെ ഫാസിസ്റ്റ് ചേരിയിലേക്ക് മാറുന്നു എന്നത് വെറും തമാശയാണോ? അല്ലെന്നാണ് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിലെ വസ്തുതകൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. EMSന്റെ കാലം തൊട്ടേ CPMന് ഒരു ഭൂരിപക്ഷ സമുദായ പാർട്ടിയാകാൻ വേണ്ട തയ്യാറെടുപ്പും ശ്രമവും തുടങ്ങിയിരുന്നു. അതിന്റെ തുടക്കമായിരുന്നു 80കളിലെ അറബി ഭാഷയോടുള്ള സമീപനവും ശരിയാത്ത് വിരുദ്ധ പ്രസ്താവനകളും ബാബരി മസ്ജിദ് വിഷയത്തിലുള്ള ഭൂരിപക്ഷ സമുദായങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ ബാബരി പൊളിച്ച് പ്രശ്നം തീർക്കണമെന്നുള്ള പ്രസ്താവനകളുമെല്ലാം. ആ സമയത്ത് തന്നെയാണ് BJPയുമായുള്ള കൂട്ടുകെട്ടിൽ VP സിംഗ് പ്രധാനമന്ത്രിയായതും പിന്നീട് ആ മുസ്ലിം വിരുദ്ധത അച്യുതാനന്ദൻ ഏറ്റെടുത്തു. ലവ് ജിഹാദ് വിഷയം അച്യുതാനന്ദനിൽ നിന്നുണ്ടായതാണ്. അത് മലപ്പുറത്ത് ഭൂരിപക്ഷ മുസ്ലിം കുട്ടികളായതിനാൽ അവിടെ കൂടുതൽ കുട്ടികൾ റാങ്കുകളും മറ്റും നേടിയത് കോപ്പി അടിച്ചാണ് എന്ന് പറഞ്ഞ് ഒരു പ്രദേശത്തെ മൊത്തം അവഹേളിച്ചതും എല്ലാം അതിന്റെ തുടർച്ചയായിരുന്നു. അതിപ്പോൾ തുടർന്നുകൊണ്ട് പിണറായി വിജയനും. കാലങ്ങളായി കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളിൽ നിന്നായിരുന്ന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ക്രിസ്ത്യൻ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന് കൊടുത്തു. UPA സർക്കാർ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്ന സച്ചാർ കമ്മീഷൻ കേരളത്തിൽ അത് തുമ്പില്ലാണ്ടാക്കി. RSSകാരുടെയും സംഘികളുടെയും വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകളും സോഷ്യൽ മീഡിയകളിലെ വർഗീയ വിഷം ചീറ്റലുകളെയും പോലീസ് കണ്ടില്ലെന്ന് നടിച്ചു. കൊടിഞ്ഞി ഫൈസൽ കേസും കാസർഗോഡ് റിയാസ് മൗലവി കേസും പിണറായി വിജയൻ പോലീസ് ചെയ്തതും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസും ഷാൻ വധക്കേസും പോലീസ് ചെയ്തത് ഇരട്ടത്താപ്പായിരുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധി വാങ്ങിക്കൊടുത്ത പോലീസ് ഷാൻ വധക്കേസ് ഇന്നും RSSനെ തഴുകി തലോടി ഒന്നുമാവാതെ നീട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ സംഘികൾക്ക് മൈലേജ് ഉണ്ടാക്കിക്കൊണ്ട് ആഭ്യന്തരം RSSന് തീരെഴുതി കൊടുത്ത അത് പൂർത്തീകരിച്ചു. വഖഫ് ബോർഡ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ മുനമ്പം വഖഫ് പേരിൽ വർഗീയത ആളിക്കത്തിക്കുന്ന വർഗീയ വിഷം ചീറ്റുന്ന കേന്ദ്രമന്ത്രിക്കും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനുമെതിരെ ഒരു നടപടിയും എടുക്കാതെ അവരെ കേസിൽ നിന്നും ഒഴിവാക്കി സംഘീബന്ധം ഊട്ടിയുറപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഘീയ സ്റ്റേറ്റിൽ നിന്ന് സഖാക്കൾ BJPയിലേക്ക് പോയാൽ CPMന് അതിലൊരു പ്രയാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ആ പാർട്ടി ഇപ്പോൾ ഏതാണ്ട് BJP പോലെ ആയിപ്പോയിട്ടുണ്ട്. അതിനുള്ള എല്ലാ സെറ്റപ്പും പിണറായി വിജയൻ ചെയ്തു വെച്ചിട്ടുണ്ട്.